സംഭവം നമ്മളിപ്പോൾ ഉള്ളത് പാരീസിലാണ്. ഞാനും നമ്മുടെ സ്വന്തം ബൽക്കിയും സാധനം ഒക്കെ വെച്ചത്. ഇതാണ് ആ ഒരു വ്യക്തി. നാരങ്ങ വെള്ളം പുത്തൻ വീട് മേയുണ്ട്. അയ്യോ മോനെ അത് മുക്താക്ക സംഭവം നമ്മളിപ്പോൾ ഉള്ളത് പാരീസിലാണ്. ഞാനും നമ്മുടെ സ്വന്തം ബൽക്കിയും. എല്ലാവരും മുഖത്ത് ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേൾഡ് റൈഡ് അങ്ങനെ നമ്മൾ റീച്ച് ഔട്ടാക്കി. അറിയാമല്ലോ, കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ ബൈക്ക് UK വെച്ചിട്ട് ഞാൻ ബ്രേക്ക് എടുത്ത് പോയിരുന്നു. 50ാമത്തെ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയിരുന്നു. അപ്പോൾ ഇപ്പോൾ 8 മാസത്തിനടുത്ത് എടുത്തു ബ്രേക്ക്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അടുത്ത് നടന്നു. വിൻ്റർ അങ്ങനെ ഒരുപാട് വിൻ്ററായിട്ട് 2-3 ദിവസം പോയി. പിന്നെ നമ്മൾ ഒരുപാട് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ലോങ് ആയിപ്പോയി. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് അങ്ങനെ ബാക്ക് ടു നമ്മൾ റൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്തവണത്തെ റൈഡിന് പ്രത്യേകത എന്ന് വെച്ചാൽ സോളോ അല്ല, എൻ്റെ കൂടെ ബൽക്കി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൽക്കിയുടെ ബർത്ത്ഡേ ആണ് ഈ ആഴ്ച. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. എവിടെ പോകേണ്ട ബർത്ത്ഡേ പറ? സ്വിറ്റ്സർലൻഡ് പോകണം. വേറെ എവിടെ പോകേണ്ടത്? സ്വിറ്റ്സർലൻഡാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബൽക്കി പാരീസിൽ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ സ്പെഷ്യൽ ജാക്കറ്റാണ്. ഇതിൻ്റെ തിരിഞ്ഞ് ബാക്കിൽ കാണിച്ചിട്ടൊക്കെ ഓക്കെ സ്പെഷ്യൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ പോയി തപ്പി പിടിച്ചിട്ട് എടുത്തു കൊടുന്നു കേട്ടോ. എന്ത് തോന്നുന്നു ഫ്രാൻസിൽ ഇറങ്ങിയിട്ട്? നല്ല ഹാപ്പി. എന്താ പറഞ്ഞാൽ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്, അന്ന് എത്തി. ബൽക്കിക്ക് മുമ്പ് 2 തവണ ഫീസൊക്കെ കൊടുത്തപ്പോൾ റിജക്ഷൻ പോത്തിരുന്നു. പക്ഷേ ഇത്തവണ വിസ കിട്ടി. താങ്ക്സ് ടു അസിബ്രോ ക്ലൗഡ് ട്രാവൽ സൊല്യൂഷൻ. അവരാണ് നമ്മുടെ വിസ ഇത്തവണ ഇവിടെ വിസ ഹാൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകണം എവിടെ വെച്ചാൽ നമ്മൾ യൂബർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലൊക്കെ യൂബർ നോക്കുന്നതാണ്. യൂബർ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അകലെ ഒരു മലയാളി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി ബൽക്കിനെ അവിടെ ആക്കിയിട്ട് നാളെ രാവിലത്തെ ട്രെയിൻ എനിക്ക് നേരെ UK പോകണം. പോയി അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് കയറണം കേട്ടോ. ഒരുപാട് കടമ്പകളുണ്ട്. പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സോ ഇതെല്ലാം കൂടി ഞാൻ ഇന്നത്തെ വ്ളോഗൊക്കെ കാണിച്ചു തരാം. എല്ലാവരും സ്റ്റേ ട്യൂൺ. എന്താ പറയുക, വെയിറ്റ്. നമ്മളേതായാലും നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉഷാറാക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ല കേട്ടോ. നമ്മളങ്ങനെ യൂബറിൽ കയറി കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ബൽക്കി എന്തെങ്കിലും പറയാം. ഇതിന്റെ സന്തോഷം പ്രകടിപ്പിക്കേ. സന്തോഷം നാളെ പ്രകടിപ്പിച്ചാൽ അത് മതിയല്ലേ. ഇത് ഫുൾ ടയർഡാണ്. കാരണം നമ്മൾ ലോങ് ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾ വളരെ ചീപ്പായി നമ്മൾ ഫ്ലൈറ്റിന് കൊടുത്തിട്ടുള്ളൂ. കൊച്ചിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഇൻഡിഗോന് ബാംഗ്ലൂരിൽ നിന്ന് 10:15 ആകാശ എയർലൈൻസിന് അബുദാബിയിൽ നിന്ന് എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ നേരെ ഇവിടെ. ഇപ്പോൾ ടോട്ടലി ഇപ്പം നമ്മളൊരു 14 മണിക്കൂറിന് മേലെ നമ്മൾ കണ്ടിന്യൂ ട്രാവൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡാണ്. ബൽക്കി രാവിലെ ഇറങ്ങുമ്പോൾ ഫുൾ മേക്കപ്പ് ഇട്ട് ഭയങ്കര മഞ്ചാക്കിയിട്ട് ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മേക്കപ്പൊക്കെ പോയി. അപ്പം ഇനി ഇതാണ് നമ്മൾ റൂമിലെത്തിയിട്ട് അതിന് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ള് കാണിച്ചു. ഞാൻ UK പോകണമെന്ന് വണ്ടി എടുക്കുന്നത് മൊത്തം ഞാൻ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. നമ്മളെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീടാണ്. അപ്പം അവരൊക്കെ പരിചയപ്പെടുത്തില്ല കേട്ടോ. പിന്നെ എന്താണ് അവസ്ഥ? എന്നിട്ട് എന്ത് തോന്നുന്നു? നല്ല അവസ്ഥയാണ്. നല്ല ടയർഡായി. സംഭവം ടൈം സോൺ മാറിയുണ്ട്. ബൽക്കി ഫുൾ സൈഡായി. വരുന്ന വണ്ടിയിലൊക്കെ ഇങ്ങനെ കൂർക്കം വെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഒരു വോമിറ്റിംഗ് വരുന്നൊക്കെ പറഞ്ഞു. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 12 hours പ്ലസ് ആയി നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ആദ്യമായിട്ടുണ്ട് ബൽക്കി 7.5 hours ലോങ് ഫ്ലൈറ്റ്, സിംഗിൾ ഫ്ലൈറ്റ് എടുക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ്. അതും ഡ്രീം ലൈനർ പോലത്തെ ഫ്ലൈറ്റിലും നമ്മൾ ആദ്യമായിട്ട് കയറുന്നത്. 3 row വരുന്നത്. നമുക്ക് പിന്നെ ഇത് ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പോൾ ബോഡിയും കാര്യങ്ങളും ഇപ്പോഴും ഞാൻ ഫിറ്റ്. എനിക്കിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ റെഡി. അത്രയും ബോഡി ഫിറ്റ് ഉണ്ട്. പക്ഷെ അവളെ കാര്യത്തിൽ നേരെ തിരിച്ചിട്ടാണ്. ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറം പോകണമെന്ന് വെച്ചാൽ അവൾക്ക് പറ്റില്ല. യൂറോപ്പിലേക്ക് വരാനുള്ള അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഏതായാലും അതെ തീരാനായോ? അപ്പോൾ വേറെന്താ പറയുക, പിന്നെ ഇനിയിപ്പം പരിപാടി എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 7 മണിക്ക് നേരെ മെട്രോയിന് നേരെ UK പോകും കേട്ടോ. അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. അപ്പം ബൽക്കിൻ്റെ ബർത്ത്ഡേ തന്നെ ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ. നമ്മുടെ ബർത്ത്ഡേ നമ്മൾ ഉഷാറായിട്ട് നമ്മൾ ഫാൻസിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ട് പുതിയ ഹെൽമെറ്റാണ് ബൽക്കിൻ്റെ. ഗിവിൻ്റെ പുതിയ സാധനമാണ്. അതൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങൾ കാണിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാരൊക്കെ ഞാൻ ബർത്ത്ഡേ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, സമയം രാവിലെ 6:15. ഞാനിപ്പോൾ യൂബർ ടാക്സിയിലാണ്. ഇതാണ് നമ്മുടെ ടാക്സി. അപ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ പോണത് ലണ്ടനിലേക്ക് കേട്ടോ. ഇവിടെ യൂറോസ്റ്റാർ മെട്രോയിൽ ഇവിടുത്തെ 8:15 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെയിനിന് കയറി നേരെ ലണ്ടനിൽ പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷേങ്കിൽ ഈ ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ഇത് കുറച്ച് ടഫ് പരിപാടിയാണ് എന്നുള്ളത്. 2 കൺട്രിയാണ്, അതുപോലെ തന്നെ 2 റൂൾസാണ്. വിസ കാര്യങ്ങൾ അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ട് കേട്ടോ. പിന്നെ ബൽക്കി അവിടെ ഉണ്ട്. അവളവിടെ ആക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കാം, കാണിച്ചിട്ട് തന്നെ എങ്ങനെയാണ് UK പോണത്, എങ്ങനെയാണ്
Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. ഓക്കെ ഞാനിവിടെ എത്തി. ഇതാണ് ലൊക്കേഷൻ, ഗറൂഡ് നോർഡ് എന്നാണ് പറഞ്ഞൊരു ഫ്രാൻസിൽ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരു ലൊക്കേഷൻ ഇട്ടത്. അപ്പം ഇതൊരു വലിയ മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് ലണ്ടനിലേക്കും അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ടോ? നമ്മൾ ഫ്രാൻസിലുള്ളതാ മറന്നോണ്ടാ. ഇവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒരു കഷ്ടപ്പാടില്ലാണ്ട് കക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഈ സൈക്കിളിൻ്റെ ടയറൊന്നും ഇല്ലല്ലോ. ഒന്നിക്കലും മുതലാളി അടിച്ച് കൊണ്ടുപോയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ച് മാറ്റിക്കൊണ്ട് പോയിരിക്കും, പറയാൻ പറ്റില്ല. ഒരുപാട് ഹോംലെസ് ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഉള്ളിലിട്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. ടേക്ക് ദ ലിഫ്റ്റ് ആൻഡ് ഗോ ഫസ്റ്റ് ഫ്ലോർ. 8:15 ട്രെയിന് 6:15 വന്ന് നന്നായിട്ട്. എൻ്റെ പുറകിൽ ക്യൂ ഉണ്ട്. നിങ്ങൾ ഹെവി ക്യൂ ആണ്. ക്യൂ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടതിനെ കുറച്ച്. അറിയോ റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ പോയവരുണ്ട് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ക്യൂ നമ്മൾ കയറണം. ക്യൂ കയറി അങ്ങ് ലാസ്റ്റ് വരെ എത്തണം. ഓക്കെ, ചെക്കിങ് കഴിഞ്ഞു, എമിഗ്രേഷൻ കഴിഞ്ഞു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലണ്ടനിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഫ്രാൻസിൽ തന്നെ എമിഗ്രേഷൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ. ലണ്ടൻ്റെയും UK-ൻ്റെയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെയും. ഞാൻ ആ ബൈക്ക് എടുത്ത് പോകുന്ന ആ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചത് സെയിം തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫ്രീ സോൺ പോലത്തെ ലൊക്കേഷൻ ഇട്ടതോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറാസൊക്കെ അലോടാം. പിന്നെ അതുപോലെ 8:15 എൻ്റെ ട്രെയിൻ. അത് ഞാൻ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് 7:15 ട്രെയിനിലേക്ക് ഒരു മാറി തന്നു. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു. സാധാരണ ഫ്ലൈറ്റൊക്കെ നമ്മൾ നേരത്തെ വെറുതെ ഇരിക്കല്ലേ, നേരെ തിരിച്ചിട്ടോ. നേരത്തെ എത്തിയോടെ നമുക്ക് എന്ത് ചെയ്തു, അതിന് മുമ്പത്തെ ട്രെയിനിലേക്ക് മാറി തന്നു. ഇതാണിപ്പോൾ നമ്മൾ പോകുന്ന മെട്രോ കേട്ടോ. നിങ്ങൾ 7:12 അവർ തന്നിട്ടുള്ളത്. ഓക്കെ, യൂറോസ്റ്റാറാണ് ഈ യൂറോപ്പിൽ നിന്ന് അതുപോലെ തന്നെ ലണ്ടനിലേക്കും മെയിനായിട്ട് സർവീസ് ഇടുന്നത്. യൂറോപ്പിലെ മെട്രോ കാണുമ്പോഴേ ദിൽവാനിയെ ദുൽഹാനിയെ ലേജാങ്കിയ ആൾക്കാർക്ക് ഓർമ്മയാണ്. ഷാറുഖ് ഖാനും കാജോലും കൂടി പണ്ട് എടുത്തിട്ട് ഫേമസ് ആക്കിയ ഒരു സാധനമാണ് യൂറോപ്പിലെ മെട്രോസ്. നല്ല വൃത്തിയുണ്ട്. ലാസ്റ്റ് നമ്മൾ കയറിയത് ഇന്തോനേഷ്യയിലെ മെട്രോ ആയിരുന്നു. ഇന്തോനേഷ്യയിൽ നമ്മൾ ബണ്ടൂങ്ങിൽ നിന്ന് ജക്കാർത്തിലേക്ക് നമ്മളൊരു മെട്രോന് പോയിരുന്നു. അതായിരുന്നു നമ്മൾ ലാസ്റ്റ് കയറിയത്. ഐ തിങ്ക് അതിനെ കമ്പയർ ചെയ്യുമ്പം അതാണ് കുറച്ചും കൂടി വൃത്തിയുണ്ട് കാണാൻ. ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല, പുറത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സീറ്റിലെത്തി. സീറ്റ് നമ്പർ 74, കോച്ച് നമ്പർ 6. ഓക്കെ, അപ്പം എന്താ പറയുക, കാണാം ലണ്ടനിൽ. I kinda wanna hate you, but I wanna love you too. I wanna hold you close and let you go, find someone new. അങ്ങനെ നമ്മളങ്ങനെ ലണ്ടനിലെത്തി. ഞാൻ അണ്ടർഗ്രൗണ്ട് റാശി ഒന്ന് പറഞ്ഞ റാശി. ആക്ച്വലി നമ്മൾ അൽറാശി ഓൺലൈനിലുണ്ട്. എൻ്റെ എന്താ പറയുക, മേറ്റ ക്ലാസ്സിൽ റാശി കണക്റ്റഡ് ആണ്. റാശിയാണ് എൻ്റെ ഫുള്ള് മുതലാളി. എൻ്റെ ഇവിടുത്തെ ടിക്കറ്റ്സ് കാര്യങ്ങൾ ഞാൻ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന റാശിയാണ്. റാശി മുതലാളി വീഡിയോ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതന്നെ. പിന്നെ ഒരുപാട് ആൾക്കാർ സംശയം ഉണ്ടാവും ഈ ലണ്ടൻ്റെയും ഫ്രാൻസിനിടയിൽ എങ്ങനെയാണ് മെട്രോ ഓടുന്നത്. കാരണം കടലാണല്ലോ. ഈ UK എന്നുള്ളൊരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെ മെട്രോ, കടലിൻ്റെ അടിയിലേക്കുള്ള മെട്രോ ആണ്. കഴിഞ്ഞ ബൈക്ക് എടുത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കടലിൻ്റെ അടിയിലേക്ക് കൂടിയാണ് ഒരു ടണലാണ് കേട്ടോ മെട്രോ വർക്കാൻ. അത് ഞാൻ പോകുമ്പം ബൈക്ക് എടുത്ത് തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചതാണ്. ഇപ്പം നമ്മളങ്ങനെ ഒഫീഷ്യലി പുറത്തിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 8 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വണ്ടിയെ കാണാൻ പോകുന്നത്. അതൊരു വണ്ടിപ്രാന്തൻ എന്ന നിലയിൽ എനിക്കിത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു വണ്ടിപ്രാന്തനാണെങ്കിൽ അത്രയും എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും 3 ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. അവിടെ നിന്ന് മെട്രോ കയറി വന്നു, യൂബർ എടുത്തു, അതെടുത്തു, ഇതെടുത്തു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ ഒരു ഫീലാണ്. അപ്പം ഞാനാണെങ്കിൽ ഫുൾ ടയർഡാണ്, എനിക്ക് ബോഡി പെയിൻ ഉണ്ട്, മൊത്തം ഉണ്ട്. എന്നാലും ആ വണ്ടി എടുത്തിട്ട് അത് കാറ്റൊക്കെ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് ഒരു റൈഡ് ചെയ്യുമ്പോൾ ഫീലില്ലേ. പിന്നെ ഇത്ര കാലം നാട്ടിൽ മഞ്ഞ ഗോൾഡ് വിങ്ങുള്ളതുകൊണ്ട് 2 ഓടിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു പുതുമ ഉണ്ടാവില്ല കേട്ടോ. സാധാരണ വണ്ടി വെച്ച് 8 മാസം കഴിഞ്ഞിട്ട് വന്നെടുക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു എക്കച്ചക്ക ഉണ്ടാവും. പക്ഷേ ഇതിപ്പം ഓൾറെഡി സെയിം കൈൻഡ് ഓഫ് വണ്ടി നാട്ടിൽ ഓടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു യൂബറാണ്. ഞാൻ ഈ ട്രിപ്പിന് എൻ്റെ 3ാമത്തെ യൂബറാണ്. ഓരോ യൂബറിന് നാട്ടിലത്തെ 7,000-8,000 വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് പോയ യൂബറിന് 7,000 ബില്ലായി. അതുപോലെ തിരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി ഏകദേശം ഒരു 4,000 അടുത്ത് ബില്ലായി. ഇതിന് ഇപ്പോൾ ഏകദേശം ഒരു 1,100-1,200 ഇതിന് ബില്ലായി. മൊത്തത്തിൽ ഇതന്നെ പണി. പക്ഷേ ഇത് ഞാനാണ് ബുക്ക് ചെയ്തിട്ടോ, റാഷിൻ്റെ കാർഡ് എടുക്കാത്തതുകൊണ്ട്. ഓക്കെ സോ ഇവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്.
ലണ്ടനിലെ കള്ളന്മാരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഞാൻ മാസം നാട്ടിലത്തെ 14,000 രൂപ റെൻറ്റ് കൊടുത്തിട്ട് എടുത്തൊരു സ്ഥലമാട്ടിട്ട് ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു. ഓൾമോസ്റ്റ് 1 ലക്ഷത്തിൻ്റെ മുകളിൽ 1-1.5 ഇടയിൽ ബില്ല് എനിക്ക് ഇവിടെ അടക്കാനുണ്ട്. എന്നാൽ മാത്രമേ എനിക്ക് വണ്ടി കിട്ടില്ല കേട്ടോ. ചെറിയൊരു ടിസ്റ്റ് ഉണ്ട്. ചെറിയ ടിസ്റ്റ് വെച്ചാൽ നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ ക്ലിപ്പിൽ അപേക്ഷകമായ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ വണ്ടി എടുക്കാൻ പോയി അകത്ത് കയറി. അപ്പോഴാണ് മനസ്സിലായത് വണ്ടിയുടെ താക്കോലില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചു, കുറച്ച് താക്കോൽ ഇവിടെ വെച്ചത്. അപ്പോഴാണ് നിങ്ങൾ എൻ്റെ 50ാമത്തെ എപ്പിസോഡ്, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കാരും എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അന്നൊരാൾ വന്നിരുന്നു. ആ മൂപ്പരുടെ വീട്ടിലാണ് താക്കോലും എൻ്റെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വെച്ചത്. ഇതാണ് ആ ഒരു വ്യക്തി. നിസാർ ബ്രോ ആണ് അന്ന് എൻ്റെ കൂടെ അവിടെ വന്നത്. ഇന്ന് അതേ നിസാർ ബ്രോ തന്നെയാണ് എൻ്റെ കൂടെ വണ്ടി എടുക്കാൻ വരുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് വണ്ടി എടുക്കാൻ പറ്റില്ല മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് യൂബർ എടുത്ത് മൂപ്പരുടെ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന മൂപ്പർ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 11:30, 9 o'clock ഞാൻ എക്സാക്ട്ലി അവിടെ എടുത്തായിരുന്നു. 2 hours കഴിഞ്ഞ് ഇപ്പം. അപ്പോൾ ഇനിയാണ് നമ്മൾ ശരിക്കും എടുക്കാൻ പോണത്. താക്കോൽ ഇതാണ്ടേ, താക്കോൽ കയ്യിലുണ്ട്. പിന്നെ വണ്ടിയുടെ സാധനങ്ങൾ, ജാക്കറ്റ് മൊത്തം പുറകിൽ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയും കാണിച്ചാൽ എന്താണ് ബ്രോ പറയാനുള്ളത്? ലണ്ടനൊക്കെ ഇങ്ങനെ പോകണം നിങ്ങൾ പറയാണ്ടോ വ്ളോഗിൽ? ഷൈൻ പേഴ്സൺ. നമ്മളെ 3 ദിവസം മുന്നേ നമ്മൾ രണ്ടുപേരും കൂടി കൊച്ചിയിൽ മീറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ഇവിടെ രണ്ടാമത്. നമ്മൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ സെയിം ഫോട്ടോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നത് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി വണ്ടിയുടെ അടുത്തേക്കാണ് പോണത്. ആസ് ഐ സെഡ്, ഐ ആം സോ എക്സൈറ്റഡ്. ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട്. John, don't close John. My boss came, John. ഇതിൻ്റെ ഉള്ളിലെ ഒരു രക്ഷയില്ലാത്ത വണ്ടികളുണ്ട്. വണ്ടികൾ എന്ന് വെച്ചാൽ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത അത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. ജോൺ, വണ്ടികൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ഇത് ഹോണ്ടയുടെ ഒക്കെ വിൻറ്റേജ് വണ്ടികൾ കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ വണ്ടിയാണ് ഫസ്റ്റ് കാണേണ്ടത്. ഞാൻ കാണിച്ചുതരാം. ഇതെൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം. വ്ളോഗ് നമ്പർ 50 നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ വെച്ചിട്ടായിരുന്നു. വ്ളോഗ് നമ്പർ 51 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അന്നുണ്ടായിരുന്ന അതേ നിസാർ ബ്രോ ഇന്നുണ്ട്. അന്നുണ്ടായ അതേ സ്ഥലം, അന്നുണ്ടായ നമ്മുടെ സ്വന്തം അതേ വണ്ടി. എൻ്റെ മോനെ എന്ന് പറഞ്ഞില്ല, അതുപോലെ എൻ്റെ മോനെ. താക്കോലിട്ടാൽ ഓണാവില്ല, കാരണം ബാറ്ററി അവിടെ ഫിക്സ് ചെയ്യണം കേട്ടോ. അതൊക്കെ ഫിക്സ് ചെയ്തിട്ട് വണ്ടി മുമ്പോട്ട് എടുക്കണമെങ്കിൽ 900 പൗണ്ട്, 1,10,000 രൂപേൻ്റെ അടുത്ത് 1,000 അടുത്ത് പോയി കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ വണ്ടി എടുത്ത് വലിച്ച് പുറത്തിട്ടുണ്ട്. സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ജമ്പർ അടിച്ചു, സ്റ്റാർട്ടാകുന്നില്ല. ഫ്രണ്ടിൽ ടയറൊക്കെ നോക്കി അമർന്ന് എത്തി കേട്ടോ. കാറ്റൊന്നും ഇല്ല, പഞ്ചറാണെന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതുപോലെ എൻ്റെ മുത്ത് ഇത്ര കാലായി കണ്ടിട്ട് എന്താണ് UK വന്ന് ബ്രിട്ടീഷ് ബൈക്കിൻ്റെ പുറകെ കൂടി നമ്മളൊന്നും വേണ്ടേ? അപ്പം നമ്മുടെ കത്തി ഫസ്റ്റ് എടുത്തിട്ട്, നമ്മുടെ കത്തിയാണ് ഫസ്റ്റ് എടുത്തിട്ട് ഈ ടൈ കട്ട് ചെയ്യട്ടെ. കാരണം ഇത് വേണ്ടേ, ഇത് നമ്മൾ ചൂട് കാലത്ത് ഉപയോഗിക്കാണ്ട് വെച്ചതാണ്. ചൂടില്ല, അപ്പോൾ ഇനി വേണ്ട കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കണം. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പം അതിൻ്റെ ക്ലച്ചില്ല കേട്ടോ. ക്ലച്ച് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ക്ലച്ചില്ല. ക്ലച്ചിൻ്റെ ഓയിൽ കംപ്ലീറ്റ് ഔട്ടായി. ഇനിയിപ്പം ബ്ലീഡ് ചെയ്യണം. ക്ലച്ചിൻ്റെ ഓയിൽ ഒഴിച്ച് ബ്ലീഡ് ചെയ്യണം. ഹൈഡ്രോളിക്കാണ് ഇത്. വീണ്ടും നരകത്തിലേക്ക് തോന്നട്ടെ എൻ്റെ അവസ്ഥ. കാരണം അറിയാലോ, നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെട്ടിരുന്നു വണ്ടി. ഇപ്പം രണ്ടാമത് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ കഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ. നല്ലതാണ്, കഷ്ടപ്പെടാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയല്ലേ. അപ്പം ക്ലച്ചിൻ്റെ ഓയിൽ ഫുള്ള് ഡ്രൈ ആണ്. ഇത് ഹൈഡ്രോളിക്കാ. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി. എൻ്റെ മോനെ ക്ലച്ച് അയച്ച് ഫുള്ള് ബ്ലീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ എല്ലാ പണികളും നിർത്തി. എൻ്റെ മോനെ വേൾഡ് റൈഡ് നിങ്ങൾ വിചാരിക്കുന്ന ഈസി അല്ല. ഗോൾഡിങ് പോലത്തെ വണ്ടിയുണ്ട്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എൻ്റെ റൈഡിങ് കേസൊക്കെ നിസാർപ്പം എടുത്തില്ല. ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് ഫ്രാൻസിലേക്ക്, ബൽക്കിൻ്റെ അടുത്തൊക്കെ നമ്മൾ പരിപാടി എടുക്കണ്ടേ. ടൈറ്റാണല്ലോ, ഫുൾ ടൈറ്റാണ്. അതുപോലെ തന്നെ മറ്റേ മഞ്ഞ ഗോൾഡിങ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു അതിൻ്റെ ഷേപ്പ്. കാരണം അത് സിറ്റി റൈഡിന് വേണ്ടി മോഡിഫൈ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഇതിലേക്ക് കയറുമ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ആകുന്നുണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഈസ്റ്റാമിലേക്കാണ്. 15 കിലോമീറ്റർ ഉണ്ട് ഈസ്റ്റാമിലേക്ക്. ഓഹോ, സ്വർഗം കിട്ടിയ സുഖം കേട്ടോ ഓടിക്കുമ്പോൾ. സത്യം പറയട്ടെ, ഇതാണ് സുഖം.
അല്ലാണ്ട് മറ്റേ കഞ്ചാവും മറ്റേ പൊടിയൊക്കെ അടിച്ച് കയറ്റി തൂഫാൻ്റെ പേരിൽ അകത്തും പോയി കുടുംബക്കാരെയും പറയിപ്പിച്ച് നാട്ടുകാരെയും പറയിപ്പിച്ച് ഒരു കാര്യമില്ലാണ്ട് ശരീരം കളഞ്ഞ് ആരോഗ്യം കളഞ്ഞ് എന്തിനു വെറുതെ വാങ്ങൂ ഒരു ബൈക്ക് പോകും ഒരു റൈഡ്. ഇന്ത്യക്കാരുടെ സ്വന്തം ഇസ്റ്റാം. ഇസ്റ്റാം എന്ന് പറയുന്നത് UK-യിലെ വളരെ വലിയ പ്രസിദ്ധമായ ഒരു ടൗണാണ്. വളരെ അടിപൊളി ഒരു പട്ടണമാണ്. ഒരുപാട് മലയാളികളും ഒരുപാട് ഇന്ത്യക്കാരും മാത്രമുള്ളൊരു പട്ടണം. ഞാൻ ഇസ്റ്റാമിൻ്റെ സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇസ്റ്റാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അയ്യോ മോനെ അൽ മുക്താർ കാക്ക, എങ്ങനെ എവിടെ നോക്ക് ചെയ്ത് അങ്ങോട്ട് കയറ്റിട്ടോ? കള്ളന്മാരുണ്ടാവോ? അതെ, നാട്ടില് കണ്ണൂരിടോ. പറ എന്തെങ്കിലും വിശേഷം. കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ആയിക്കോട്ടെ, പാടാ. ഞാൻ ജർമ്മനിലേക്ക് പോകണം, ഫ്രാൻസിലേക്ക് പോകുന്നു ഇപ്പം. നേരെ ഇപ്പം ലൂട്ടണിൽ പോകണം, ഒരാളെ മീറ്റ് ചെയ്യണം. നേരെ ഫ്രാൻസിലോട്ട്. ഓക്കെ, ഹാപ്പി ആയിട്ടൊക്കെ. ഓക്കേടാ. ആ കഴിച്ചടി, ഇപ്പം കഴിച്ചു. എടാ ഇതിൻ്റെ ഒരു അടി കൊടുത്തേ, ഒന്ന് അമർത്തിയാൽ മതി, ലോക്ക് പോകാൻ വേണ്ടിയിട്ടോ. അടി, ഒരു അടി അടി അടിക്കടാ. ആ മതി. താങ്ക് യു സോ മച്ച് മുത്തേ, താങ്ക്സ് എലോട്ട്. അതിനെ സെറ്റാക്കണം, അത് സ്ക്രൂ ഞാൻ അന്നേരം ഫിറ്റാക്കും. നിസാറേ താങ്ക്സ്ടാ, താങ്ക്സ്. കീപ്പ് ഇൻ ടച്ച്. ആക്ച്വലി നിസാറൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിന്. പിന്നെ അവരൊന്നും ക്യാമറേൻ്റെ മുമ്പിൽ വലിയ ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത്ര തന്നെ. എല്ലാം ഹെൽപ്പ് ഒത്തവർ ബേക്കുന്ന മുമ്പിൽ നിന്ന് അവരങ്ങനെ ആളെ കാണിച്ചിട്ട് പരിപാടികളൊന്നും ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്താത്തത്. ബട്ട് ഭയങ്കര വലിയ ഹെൽപ്പ് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ പോണത് റാഷിൻ്റെ അടുത്തേക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. റാഷിൻ്റെ അടുത്ത് പോകണം. റാഷിൻ്റെ അടുത്ത് ഇവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ട്. കാരണം ഓനെ കാണാണ്ട് പോയി ശരിയല്ല. നേരെ ഓപ്പോസിറ്റ് ട്രാക്കാണ്, ഓപ്പോസിറ്റ് റൂട്ടാണ്. പക്ഷേ അത് വിഷയമല്ല. കാരണം ഓനൊക്കെ നമ്മൾ ഒരുപാട് കാര്യത്തിൽ നമ്മൾ കട്ടക്ക് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനെ കാണാണ്ട് പോകുന്നവരും അതൊരു തെണ്ടിത്തരാണ്. സോ അങ്ങനെ ലൂട്ടണിലെത്തി. വേറെ കാര്യം, വരുന്ന വഴിക്ക് വണ്ടിൻ്റെ പെട്രോൾ തീർന്നു. പെട്രോൾ തീർന്നിട്ട് ഞാൻ ഹൈവേയിൽ സൈഡായി. എൻ്റെ പുറകിൽ ജെറിക്ക് അതിലൊരു 5 ലിറ്റർ എക്സ്ട്രാ ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എക്സ്ട്രാ 5 ലിറ്റർ കീപ്പ് ചെയ്യും. അതിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചു കേട്ടോ. അപ്പം അതിന് ശേഷം ഇവിടെ എത്തുന്ന ഒരു പമ്പ് എനിക്ക് കിട്ടിയില്ല, അതാണ് അതിനും വലിയ രസം. അപ്പം റാഷിനെ കണ്ടിട്ട് ഒരു പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച് സെറ്റാവണം. 2 മിനിറ്റുള്ളിൽ എത്തുമെന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ട്. എൻ്റെ ഹലോ, ഇടത്തോട്ട്. ഓ, അവിടുന്ന് 2 കൈ വരുന്നത്. റാഷിൻ്റെ കൊട്ടാരത്തിലേക്ക് എങ്ങനെ വീണ്ടും? അത് കുഴപ്പമില്ല. അവിടെ കണ്ണ് തീർന്നടോ. UK പോയിട്ട് ആര് നന്നായിട്ട് ആരാ പറഞ്ഞത് UK പോയിട്ട് നന്നായിട്ടില്ലെന്ന്? റാഷി നന്നായി ഗൈസ്. വലിയ വീട്, അനിയൻ, അപ്പുറം കെട്ടോളുണ്ട്, കുടിക്കാൻ കൊക്കക്കോള കുടിക്കാൻ നാരങ്ങ വെള്ളം, വലിയ പുത്തൻ വീട്, ബേക്കിൽ സ്വന്തമായിട്ട് 1 ഏക്കർ പറമ്പ്. 1 ഏക്കർ ഉണ്ടോ റാഷി? 1 ഏക്കറിന് ഏട്ടനും ഭയങ്കര. നിങ്ങൾ കുടുംബത്തിൽ മൊത്തം ഇങ്ങനെ തന്നെ അതുപോലെ ഫാമിലി ഉണ്ട്. എന്താണ് ഇന്ന് സ്പെഷ്യൽ? ഇന്ന് ഫുഡ് ശരിയായ ഫുഡാണ്. ഓ, ഇവനല്ല ഷെഫ് ഇവിടുത്തെ? ഓ, അടിപൊളി പാറ്റി ഷെഫ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീട് റാഷിനെ കാണുമ്പോൾ റാഷി എന്താ പറയുക, വളരെ കഷ്ടപ്പെടുന്ന അല്ലേ, ഒന്നുമില്ലാത്ത കയ്യിൽ ബാഗ് നോക്കി ഉള്ളിക്കച്ചവടം നടത്തിയ റാഷിയായിരുന്നു. പക്ഷേ എങ്കിൽ റാഷി അങ്ങനെ റിച്ചായി. ഓ റാഷി, ഐ എം സോ പ്രൗഡ് ഓഫ് കേട്ടോ. എന്താണ് റാഷി നിന്റെ റിച്ച്നെസ്സിന്റെ രഹസ്യം? എന്താണ് റാഷി പറ? രാവിലെ ഒരു ഗാർലിക്, ഓക്കെ,
പിന്നെ പിന്നെ കഞ്ഞിവെള്ളം. പിന്നെ ലാളിത്യം മാറിയിട്ടില്ലല്ലോ ഞാൻ. ലാളിത്യം മാറിയിട്ടുണ്ടോ? ഗ്ലാമർ കൂടിയല്ലോ രാശി. ശരിക്കും രാശി പഴയ കാമുകിമാർക്ക് മെസ്സേജ് കല്യാണം കയറുന്ന അറിഞ്ഞതിന് ശേഷം ഓളാ റിപ്ലൈ കൊടുക്കുന്നത്. പേര് അവരൊക്കെ പേര് പറഞ്ഞിട്ടില്ലേ? രഞ്ജു, അഞ്ചു, മഞ്ജു, കുഞ്ചു അങ്ങോട്ട് പറയിപ്പിക്കണ്ട നടന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിൽ റാശീനെ വരുക, കാണുക, പോവുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ കിടക്കുന്നത് ബൽക്കിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ബർത്ത്ഡേനായിട്ടുള്ള ഗിഫ്റ്റായിട്ട് ഇത്. അപ്പോൾ ഇത് റാശീൻ്റെ അടുത്തായിരുന്നു വെച്ചത്. അതും കൂടി കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ നമുക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വെച്ചൊരു ഗിഫ്റ്റ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വണ്ടിയുടെ ബാക്കിൽ ഓടിയത് കൊണ്ടുപോകണം, പണിയുണ്ട്. അപ്പം അൽറാഷിൻ്റെ കുടുംബവും അൽറാഷിൻ്റെ എത്ര നില വീട് ഇത്? 2 നില വീടൊക്കെ UK വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയത് പറ റാശി, ചെക്ക് ചെയ്യൊന്നുമില്ല. നീ ആ കാടിന് വെക്കുന്നുണ്ടോ? പുറത്തുനിന്നുള്ളത് ചിന്ന വീട് സെറ്റപ്പ് ഒഴിവാക്കിയിട്ടില്ലല്ലേ? പുറന്റെ വീട്ടിൽ തന്നെ ചിന്ന വീടാക്കി. പണ്ട് ലൂട്ടലില് ഓരോ അപ്പാർട്ട്മെന്റ് ഓരോ ചിന്ന വീടായിരുന്നു. എന്താണ് റാശി ഇത്? അപ്പൊ എന്താ പറയാ, റാശിന്റെ സീക്രട്ട് ഞാൻ റാശിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് റാശി ഇത്ര വലിയ കോടീശ്വരനായെന്നില്ല. മോളെ എന്തിനാ ശ്രീധരൻ കൊടുത്തു? എനിക്ക് ഗോൾഡൻ കൊടുത്തതാ. സത്യം പറ. ഞാൻ വരുന്നവരെ പൂവറായിരുന്നു. ഞാൻ വന്നതിന് ശേഷം റിച്ചായി. നിന്നെ കെട്ടിയ ശേഷം എന്റെ ഗോൾഡൻ കൊണ്ട് വെച്ചിട്ടോന്ന് ഞാൻ ചോദിക്കുന്നേ. പക്ഷേ സത്യം മാത്രം. പക്ഷെ എന്ത് ചെയ്യാനപ്പാ, അതിനെല്ലാവരും നന്നാവട്ടെ, എല്ലാവരും പൈസക്കാരാവട്ടെ. ഇപ്പം നമുക്ക് വില തെറിക്കാം. ഡോവറിലെത്തണം. 150 കിലോമീറ്റർ ഓടാനുണ്ട്. ഇപ്പോൾ 5 മണിയായി. 2.5 മണിക്കൂർ കൊണ്ട് പിടിക്കുന്നുണ്ട്. അല്ല എൻ്റെ ഷിപ്പ് പോയി പോകും, ഫ്രാൻസിലേക്ക് പോകാനല്ലേ. റാശി അതുപോലെ കാറൊക്കെ വാങ്ങി ഗായ്സ്. അത് റാശിൻ്റെ കാറാണ്. വണ്ടി എണ്ണ പമ്പിൽ എത്തുന്നില്ല. അതിൽ ഭയങ്കര സംശയമുണ്ട്. എണ്ണ ഇല്ല കേട്ടോ. അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ പണ്ട് ലാത്വേന്ന് വണ്ടി എടുത്തപ്പോൾ സിറ്റുവേഷൻ ഉണ്ടായത്. എണ്ണ ഓഫായിരുന്നു. റീസൺ എന്ന് വെച്ചാൽ മീറ്ററിൻ്റെ ഗേജ് ഉണ്ട്. മീറ്റർ ഉണ്ടോ? 2 കട്ടയുണ്ട്. മീറ്ററിൻ്റെ ഗേജ് കംപ്ലൈൻ്റ് ആയതാ. എവിടെ? പുറത്താ? റാശി എനിക്ക് സ്പോൺസർ ഇരിക്കുകയാണ് ഗായ്സ്. മുതലാളി അതിനേശം റാശിയാണ് നമ്മൾ സഹായിക്കുന്നത്. റാശി പാവപ്പെട്ടതായ സമയത്ത് നമ്മൾ സഹായിച്ചു. റാശി മുതലാളിയെ ഇപ്പം നമ്മളെ സഹായിക്കുന്നത്. ആന വിട്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞ കാർഡ് ഉപയോഗിക്കുന്നുള്ളൂ. വല്ല കഷ്ടപ്പെടുന്നു. ഒന്നും നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. റാഷിനോട് യാത്ര പറഞ്ഞിട്ട് നേരെ ഡോവറിൽ കേട്ടോ. കണ്ടോ, 1 മണിക്കൂർ 57 മിനിറ്റാണ് ഡോവറിലേക്ക് ടോട്ടൽ കാണിക്കുന്നത്. 193 കിലോമീറ്റർ. അപ്പം നമുക്കവിടെ 7:49 നമുക്ക് ഫെറി മീൻസ് ഷിപ്പ് കേട്ടോ. അപ്പുറത്തേക്ക് പോകാൻ 5:29, 2 മണിക്കൂറിന് 7:30 ഇവിടെ നിന്നാണ് മാപ്പ് കാണിക്കുന്നത്. പക്ഷെ നമുക്കതിൻ്റെ മുന്നേ എത്തണം. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടാണ് മാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. 2 മണിക്കൂർ 192 കിലോമീറ്റർ. അപ്പോൾ 1 മണിക്കൂറിൽ 95 കിലോമീറ്റർ. 1 മണിക്കൂർ 95 കിലോമീറ്റർ എന്നുള്ള രീതിയിലാണ് മാപ്പ് കണക്കാക്കുക. നമ്മളൊരു 150 പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേർത്തും. അങ്ങനെ നമ്മൾ ഡോവർ എത്തി കേട്ടോ. ഇതാണ് ഫെറിയിലേക്ക് പോകുന്ന സ്പോട്ട്. പിന്നെ ഡോവർ കലായെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പണ്ട് കാലത്ത് ഞാൻ ഒരുപാട് TV ഒരുപാട് പരതി നടന്നൊരു സ്ഥലമായിരുന്നു. കാരണം ഈ കലായിൽ നിന്നാണ് ഒരുപാട് ഇല്ലീഗലായിട്ട് ആൾക്കാർ UK വരുന്നത്. ഈ കലായി ടു ഡോവറിലേക്ക് വരുന്ന ട്രക്കുകൾക്ക് ഇങ്ങനെ ബാക്കിലേക്ക് ഒളിച്ചിരുന്നിട്ടൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഡോക്യുമെൻ്ററി ഞാൻ കണ്ടിരുന്നു. കലായി ജംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ ഡോവറിൽ ആദ്യമായിട്ടാണ് വരുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ഇതിലെ കൂടി ടൈമിലെ കൂടി ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇവിടെ ആദ്യമായിട്ട്. ആദ്യം ഞാൻ മുന്നേ വന്നത് മെട്രോ ആയിരുന്നു, ഫോക്സ്റ്റോൺ വഴി ആയിരുന്നു. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ്. 1,200 പൗണ്ടുണ്ട്. ഇതാകുമ്പോൾ 60 പൗണ്ടിൽ തീർന്നു. 20,000 കൊടുക്കേണ്ടടുത്ത് 5,000 പോയി. എത്ര തന്നെ. ഇപ്പം നമുക്ക് പോർട്ടിലേക്കാണ് പോകേണ്ടത്. ഇതെങ്ങനെ പോകേണ്ടത് എന്ന് എനിക്കറിയില്ല. ഒരു പ്യുവർ ഇംഗ്ലീഷ് കൾച്ചർ കേട്ടോ. ഇവിടെ നോക്കിയാൽ പ്യുവർ പക്ക. മറ്റേ രാജ്യക്കാരൻ ആദ്യം കാണാനില്ല. നല്ല അടിപൊളി വീടുകൾ. ഇമിഗ്രേഷൻ ചെക്ക് പോയിൻ്റാണേ.
ലണ്ടനിൽ എക്സിറ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ട് എൻട്രി മാത്രമേ ഉള്ളൂ. എമിഗ്രേഷൻ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഫ്രാൻസിൽ എൻ്ററായി. യു കെയിലുള്ളത് പക്ഷേങ്കിൽ റെക്കോർഡിക്കൽ ഇപ്പോൾ നമ്മൾ ഫ്രാൻസ് എൻ്റർ കേട്ടോ. അതാണ്, വണ്ടി ചെക്കിംഗ് ഇല്ല, ഡോക്യുമെൻ്റ് ചെക്കിംഗ് ഇല്ല, ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഫ്രാൻസ് എൻ്ററായി. DFDS ഐറിഷ് ഫെറീസ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണല്ലോ. ഐറിഷ് ഫെറീസ് DFDS നടുവിൽ, ഐറിഷ് ഫെറീസ് ഈ ഇത് കിടക്കും. നമ്മൾ ഐറിഷ് ഫെറീസാണ്. ചെക്കിങ് കഴിഞ്ഞ് മാക്സിമം പോയ 20 സെക്കൻഡ്സ്. അപ്പം എൻ്റെ ലൈന് 108, അവിടെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ലൈനിൽ 108 എവിടെയാണ് അതിലേക്ക് പോകണം കേട്ടോ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു കപ്പൽ തന്നെയാണ്, ഓരോരോ ഫെരിക്കും ഒരു കപ്പൽ തന്നെയാണോ എനിക്കറിയില്ല, അതുകൊണ്ട് ആ ഒരു വാക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ 108 ആകുമ്പോൾ നമ്മൾ പോണത് ഈ 31-നും 200 ലൈനുണ്ട്. ഈ ലൈനിലാണ് നമ്മൾ പോകേണ്ടത്. ഈ ബസ് മൊത്തം ഉള്ളത് പോളിഷാണ് കേട്ടോ. ഓക്കെ, പോളണ്ടിലെ വണ്ടിയാണ്. അപ്പോൾ ഏതായാലും ഞാൻ അവരോട് സംസാരിച്ചിട്ട് അവരോട് കത്തിയടിച്ചിരിക്കട്ടെ. കാണാം, ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ your boarding card. Yeah. One of these. Upstairs, okay? Yep. Before him. Yeah. ഓഹോ, അങ്ങനെ നമ്മൾ പോവുക കേട്ടോ മുകളിലേക്ക്. വണ്ടി എടുത്തിട്ട് കപ്പലിൽ കയറുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ടൈറ്റാനിക് ഓർമ്മ വരുന്നു കേട്ടോ, മുങ്ങിയ ടൈറ്റാനിക് പണ്ടത്തെ. അതും ഇതേപോലെ UK നിന്ന് പോയൊരു കപ്പലാണ്. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കപ്പലുകളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുടെ കപ്പലുകളുണ്ട് കേട്ടോ. ബൈക്സിന് ഇവൻ എവിടെയാണ് അവൾ സ്ഥലം തരുന്നത്? ഓ, നമ്മൾ കപ്പലിനുള്ളിലെത്തി. There? Yeah. Like this. Okay, yeah, I'll keep it now. ഓക്കെ, അതെ, വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളി വലിയ സ്ട്രാപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. ഓഹോ, നമ്മൾ എനിക്കൊന്ന് ബൈക്ക് കപ്പലിൽ കയറ്റുന്നത് ഈ ട്രിപ്പിൽ ആദ്യം ഇട്ടോ കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് കയറ്റിയിട്ടുണ്ട്, മെട്രോ കയറ്റിയിട്ടുണ്ട്. കപ്പൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബൈക്ക് കയറുന്നത്. നോക്കാം, അവരേതായാലും പണിയെടുക്കട്ടെ, നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക പഠിച്ചവന് നോക്കിയാൽ മനസ്സിലാവും. പോയിട്ടൊന്ന് കുറച്ച് കിടന്ന് ഉറങ്ങണം, ആ ഒരു ഇതിലായിട്ട് ഭയങ്കര ഫുൾ ടയേർഡാണ്. നാളെയാണ് ബൽക്കിൻ്റെ ബർത്ത്ഡേ. എല്ലാവരും അവിടെ മറന്നു പോരുത്, അവിടെ ഇല്ല വെച്ചിട്ട്. നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് ബൽക്കിൻ്റെ ബർത്ത്ഡേ വീഡിയോസാണ്. ഓക്കെ, നമ്മൾ പപ്പടക്കിലേക്കാണ് പോണത്, കപ്പലിനുള്ളിലുള്ളത്. കയറുമ്പോൾ ഇതിനുള്ള ഇതൊരു കുഞ്ഞ് കസീനോ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു കറൻസി മാറ്റാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നോക്കിയിട്ട് എത്രയാണ് കറൻസി ഉണ്ട്. ഒരുപാട് ഡെക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഡെക്ക് 8, ഡെക്ക് 9, ഡെക്ക് 11. ഓഹോ, ഷവർ 9ാമത്തെ നിലയിൽ, കുളിക്കാൻ ടോയ്ലറ്റിൽ പോകാൻ 11ാമത്തെ നിലയിൽ, കുട്ടിയെ കളിക്കേണ്ട 8ാമത്തെ നിലയിൽ, വരണ്ട 7ാമത്തെ നിലയിൽ അവരോടും വരണ്ടാന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാർ ഡെക്ക് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് 7ാമത്തെ ഡെക്കിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഇരിക്കലല്ല, ആക്ച്വലി കിടക്കലാണ്. ഇത് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്പേസാണ്, പക്ഷേ ആരുമില്ല, ഫുൾ എംറ്റി കേട്ടോ. എന്താ സീസണാണ് എന്താണെന്ന് അറിയില്ല, ആരുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങലാണ്. 1.5 മണിക്കൂർ ടൈമുണ്ട്, 1.5 hours നമുക്ക് ഉറങ്ങാൻ കിട്ടും. അപ്പോഴത്തെ കക്കര എത്തും. ഷൂസൊക്കെ അയച്ചിട്ട് ഭയങ്കര ലാവിഷായിട്ട് ഇരിക്കുന്നുണ്ട്. തരി ഇപ്പം മൂവ് ചെയ്ത് തുടങ്ങി. എക്സാക്ട് ഇവിടെ ടൈമിങ് പെർഫെക്റ്റ്. ആളുണ്ടോ ഇല്ലയോ, 7:32 എടുക്കും എന്ന് പറഞ്ഞാൽ 7:32 എടുക്കും. 7:50 എത്തും എന്ന് പറഞ്ഞാൽ 7:50 എത്തും. അതാണ് UK ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റി. പറഞ്ഞ ടൈമിന് എല്ലാ പരിപാടികളും നടക്കും. സമയം 10:16 10:16 യൂറോപ്യൻ ടൈമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ കരക്കടിഞ്ഞു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അവിടെ പോയി ഒറ്റ ഉറക്കം ഉറങ്ങി. 1.5 മണിക്കൂർ പോത്ത് പോലെ കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ കരക്കടിഞ്ഞു മീൻസ് കരക്കെത്തി. അപ്പം എന്താ പറയുക,
എന്നോട് പോകാൻ പറയുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ പുതിയ ഫോളോവർ കേട്ടോ അയാൾ. എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തിട്ടെന്ന് പറഞ്ഞു. കാരണം വണ്ടീൻ്റെ മുകളിൽ പ്രൊഫൈൽ കൊടുത്തുകൊണ്ട്. താങ്ക് യു. ഓ ഇവിടെ മഴ പെയ്യുന്നുണ്ട് തോന്നുന്നത്. ഓ ഞാനാ ഫസ്റ്റ് ഇറങ്ങിയത് വണ്ടി. നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനാണ് ഇറങ്ങിയത്. ഹാ 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 ഇവിടെ മഴ പെയ്ത് കേട്ടോ, നല്ല തണുപ്പുണ്ട്. എന്ത് രസമാണ് അറിയാം സ്റ്റാൻഡ് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല തണുപ്പ് നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല സ്റ്റാൻഡ് ഡ്രൈവ്. വെൽക്കം ടു ഫ്രാൻസ്, വെൽക്കം ടു യൂറോപ്പ്, വെൽക്കം ടു യൂറോപ്പ്. ഇത് കലായിസ് എന്ന് പറഞ്ഞ പോർട്ടാണ്. ഇത് ഇവിടെ കണ്ടോ, CALAIS കലായിസ്. എക്സിറ്റ്.